ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സ് ഓസിലേഷൻ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. ഞാൻ പറഞ്ഞേ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതാ വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. വായിച്ചു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM ഈസ് ഗിവൺ ബൈ സംതിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ? വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഞാനൊന്ന് റൗണ്ട് ചെയ്യാം. കണ്ടല്ലോ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഷേപ്പ് മാറ്റാം. y - a0 = a sin ωt + b cos ωt എന്നെഴുതി. കണ്ടോ? ഇതുവരെ ഓക്കെയാണ്. ഇനി നമുക്കിതിനെ ഈ ലെഫ്റ്റ് സൈഡിനെ മാറ്റിയിട്ട് y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, a എന്ന് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നിൽ നിന്ന് വേറൊന്ന് മൈനസ് ചെയ്താൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റേ കിട്ടൂ അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ y' എന്ന് വിളിക്കാം. അപ്പോൾ y' = a sin ωt ഞാൻ അതുപോലെ എഴുതി പ്ലസ് ഞാൻ ഇതിനെ മാറ്റാൻ പോവാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 + തീറ്റ എന്നാണ് അല്ലേ? അല്ലെങ്കിൽ സൈൻ തീറ്റ + 90 എന്നാണ് അല്ലേ? അപ്പോൾ സൈൻ കണ്ടോ, തീറ്റ + 90ക്ക് പകരം π/2 എന്ന് എഴുതാം. ഈ ഫോമിൽ നമുക്ക് എഴുതാമല്ലോ. അതുപോലെ കോസ് ωtയെ നമുക്കങ്ങോട്ട് മാറ്റാം. എന്താ എഴുതുക? സൈൻ ωt + π/2 എന്ന് മാറ്റാം. അപ്പം ഞാൻ ഇതിനെ എഴുതി ബി സൈൻ ωt + π/2 എന്ന് മാറ്റി. ഇനി ഞാനൊന്ന് ചിന്തിക്കുന്നു. ഈ എഴുതിയിരിക്കുന്നത് ഒരു വേവിൻ്റെ ഇക്വേഷനാണ്. y1 = a sin ωt എന്നാണ്. ഈ എഴുതിയിരിക്കുന്നത് വേറൊരു വേവിൻ്റെ ഇക്വേഷനാണ്. y2 = b sin ωt + π/2 എന്നാണ്. ഈ രണ്ടും കൂടെ ആഡായി സൂപ്പർ പൊസിഷൻ നടന്നപ്പോൾ ഉണ്ടായ വേവിൻ്റെ ഇക്വേഷനാണ് y' എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി ആംപ്ലിറ്റ്യൂഡ് കാണുമെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കാണാൻ വേണ്ടി ഓർത്ത് വയ്ക്കണം നമ്മൾ. √a² + ആദ്യത്തവൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തവൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് 2ab കോസ് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ. പേടിക്കരുത്. ഇത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്, അത് വെക്ടറാണ്. അപ്പോൾ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റെഡിയാക്കാം. √a² + b² + ആദ്യത്തിൽ a ആണ്, രണ്ടാമത്തിൽ b ആണ്. a² + b² + 2ab കോസ് ഫൈ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് ആണ്. ആദ്യത്തെ ആംഗിൾ ωt ആണ്, നിങ്ങൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ωt + π/2 ആണ്. അപ്പോൾ ഇവിടെ ഫൈയുടെ വാല്യൂ π/2 ആണ്. കോസ് π/2. കോസ് π/2 എത്ര മക്കളെ? 90 അല്ലടാ. അപ്പോൾ ഈ ടേം ഫുൾ അങ്ങ് പോകും. അപ്പോൾ √a² + b² എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. പൊളിയല്ലേ? പേടിച്ചെങ്കിൽ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സാധനത്തിനെ ഒരു ഇക്വേഷൻ എഴുതി റെഡിയാക്കി. ഇനി നമ്മളത് സൂപ്പർ പൊസിഷനാണെന്ന് നോക്കിയപ്പോൾ പിടികിട്ടി. ഇനി അടുത്തെന്താണ്? അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി. സൈൻ 90 + തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ, ആ ഫോർമാറ്റിലോട്ട് ഞാൻ മാറ്റി. എന്നിട്ട് എന്താ ചെയ്തത്? ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് കാണാൻ ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് 2ab കോസ് ഇടയ്ക്കുള്ള ആംഗിൾ, ഇതിൻ്റെ റൂട്ട് എടുക്കുക. ഓക്കെ, പൊളിയല്ലേ? അപ്പോൾ സൂക്ഷിച്ചോണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ? മോഷൻ ഓഫ് ആൻ ഓസിലേറ്റിംഗ് ലിക്വിഡ് ഇൻ യൂട്യൂബിൽ ലിക്വിഡ് ഓസിലേറ്റ് ചെയ്യുന്നു. ഇത് SHM ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ആൾറെഡി SHM ആണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ടൈം പീരീഡ് എത്രയെന്നറിയാം. ഇത് യൂട്യൂബ് ആണ്. സ്ട്രെയിറ്റ് ക്വസ്റ്റൻ അല്ലേ? ഇതിൽ ലിക്വിഡ് ഇരിക്കുന്നു. ലിക്വിഡ് അൺഡിസ്റ്റർബ്ഡ് പൊസിഷനാണ് ഞാൻ വരച്ചത്. ഈ പൊസിഷൻ, ഈ ഹൈറ്റാണ് h. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് ആണുള്ള ഇക്വേഷൻ 2π√h/g എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ ടൈം പീരീഡ് ഡെൻസിറ്റി ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ SHM ആണ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡെൻസിറ്റി. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. പൊളിയല്ലേ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM എത്രയെന്നാണ്? എടാ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുള്ള ഇക്വേഷൻ പറയാം മക്കളെ. SHMലുള്ള പാർട്ടിക്കിളിൻ്റെ സിമ്പിൾ ഇക്വേഷൻ പറയും a sin ωt അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എങ്ങനെ കാണും? ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തുക. a എഴുതി, സൈനിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തിയ കോസ്, ωt ചെയ്താൽ ഒമേഗ അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി ആക്സലേഷൻ എങ്ങനെ കാണും മക്കളെ? വെലോസിറ്റിയെ ഡിഫറൻസിയേഷൻ നടത്തണം. അപ്പോൾ ഇതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ നടത്തണം. a ω എഴുതി, കോസിനെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ മൈനസ് സൈൻ ωt ആണോ? ഇനി ωt ചെയ്യുമ്പോൾ ഒമേഗ, ആ ഒമേഗ ഇവിടെ വരും. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളിവിടെ ഒന്ന് മാറ്റണം. അപ്പോൾ ഈ ആക്സലേഷൻ്റെ ആൻസർ ഞാൻ a ω² എഴുതി ഇൻറ്റു
മൈനസ് സൈൻ ഒമേഗ ടി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതുകയാണ്. സൈൻ തീറ്റ പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ എന്നാണ്. അറിയാമെന്നുള്ളതല്ലേ? അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പോൾ ഞാനിവിടെ മാറ്റുകയാണ് വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ, എ ഒമേഗ സ്ക്വയർ അതുപോലെ എഴുതി. ഇതിനെ മാറ്റിയിട്ട് എന്താ എഴുതിയേ? സൈൻ ഒമേഗ ടി പ്ലസ് പൈ എന്നെഴുതി. പേടിച്ചോ നിങ്ങൾ? ഒരു പ്രയാസമില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സൂക്ഷിച്ച് നോക്കുക. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൽ ആംഗിൾ ഒമേഗ ടി. ഇതാണ് ആക്സലറേഷൻ. അതിലുള്ള ആംഗിൾ ഇതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? ആംഗിൾ ഡിഫറൻസ് എത്രയെന്ന് നോക്ക്. ഒന്ന് ഒമേഗ ടി, ഒന്ന് ഒമേഗ ടി പ്ലസ് പൈ. എത്ര ഡിഫറൻസ്? വാട്ട് ഈസ് എ ഫേസ് ഡിഫറൻസ്? പൈ. ആൻസർ പൈ റേഡിയൻ എന്നാണ്. പൊളിയല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആവറേജ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM ഇൻ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ, വൺ വൈബ്രേഷൻ. ഈ SHMലുള്ള ഒരു പാർട്ടിക്കിൾ നമുക്ക് എടുക്കാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഓക്കെ, ഇവിടെ നിന്ന് അത് ഓസിലേറ്റ് ചെയ്ത് അങ്ങേയറ്റം പോകുന്നു. ഓക്കെ, അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ തന്നെ വരുന്നു. അപ്പോൾ ഇത് തന്നെയാണ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റ്. രണ്ടും സെയിം ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് ഒരു ഓസിലേഷനിൽ. അപ്പോൾ വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്? 0. വാട്ട് ഈസ് എ വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എങ്ങനെ കാണും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നല്ലേ? അപ്പോൾ 0 ബൈ ടൈം എത്ര? 0. ആൻസർ ഇതാ കിടക്കുന്നു. എളുപ്പമല്ലേ? കൊച്ചു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ്? വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM. അയ്യോ, ഇത് ഒരു കൊച്ചു ക്വസ്റ്റ്യൻ. ഇതായിരിക്കുന്നു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM, ഇറ്റ്സ് മാക്സിമം ആക്സലറേഷൻ ആൽഫ, മാക്സിമം വെലോസിറ്റി ബീറ്റ, ദെൻ ടൈം പീരീഡ്. മക്കളെ പറ. SHMലുള്ള പാർട്ടിക്കിളാണ് മാക്സിമം ആക്സലറേഷൻ. മാക്സിമം ആക്സലറേഷൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം, മൈനസ് ഒമേഗ സ്ക്വയർ എ എന്നാണ്. മൈനസ് ഒമേഗ സ്ക്വയർ എ എന്നാണ് അല്ലേ? ഇനി ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയിട്ടു. ഇതിൻ്റെ ആൻസർ ആൽഫ എന്നാണ്. ഇനി മാക്സിമം വെലോസിറ്റിയുടെ ആൻസർ എത്രയാണ്? നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ലേ? ഒമേഗ ഇൻറ്റു എ. അപ്പോൾ ഒമേഗ ഇൻറ്റു എ. ഇതിൻ്റെ ആൻസറിനെ ബീറ്റ എന്ന് എടുക്കാൻ പറയുന്നു. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. 1/2 എടുത്താലോ? ഒമേഗ ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ എന്ന് വരും അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ്. ഈസ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ അല്ലേ? അപ്പോൾ 2π എഴുതി. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/t എന്നാണ്. ഈസ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ. നിങ്ങളിത് ചോദിച്ചിരിക്കുന്നത് ടൈം പീരീഡ് അല്ലേ? ക്രോസ് ചെയ്ത് ടി കാണുക. ടി ഈസ് ഈക്വൽ ടു പറയൂ 2π ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ. ഉണ്ടോ? 2π ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ. അതായിരിക്കുന്നു. അപ്പോൾ ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. അടിപൊളിയല്ലേടാ മക്കളെ? നല്ല എളുപ്പം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാക്സിമം വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM വിത്ത് ആംപ്ലിറ്റ്യൂഡ് 7 millimeter. അപ്പോൾ എയുടെ ആൻസർ 7 millimeter ഇൻറ്റു 10⁻³ മീറ്റർ. ഇനി മാക്സിമം വെലോസിറ്റിയുടെ ആൻസർ പറയുന്നുണ്ട് 4.4 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ടൈം പീരീഡ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് എ ടൈം പീരീഡ്? നമുക്ക് നോക്കാം. SHMലുള്ള പാർട്ടിക്കിൾ അല്ലേ? അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് കാണണം. ടൈം പീരീഡ് കാണാൻ എന്താണ് ഇക്വേഷൻ? സോ ടൈം പീരീഡ് കാണാം. നമുക്ക് അവിടെ ഇരിക്കട്ടെ. മാക്സിമം വെലോസിറ്റി എങ്ങനെ കാണുക? മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എ എന്നാണ്. നിങ്ങൾക്കറിയാം അല്ലേ? ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 4.4. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ് അല്ലേ? ഇനി എയുടെ വാല്യൂ 7 × 10⁻³ ആണ്. ഈസ് ഈക്വൽ ടു 4.4 അല്ലേ? ഇനി 2π എഴുതി. ന്യൂ എന്ന് പറഞ്ഞാൽ 1/t ആണ്. ഇനി 7 × 10⁻³ ഈസ് ഈക്വൽ ടു 4.4 എന്നാണ്. പേടിച്ചോ? ഇനി ഇത് ക്രോസ് ചെയ്ത് ടി കണ്ടുപിടിക്കുക. ടി നിങ്ങൾ കണ്ടുപിടിക്കൂ. ടി ഈസ് ഈക്വൽ ടു പറയൂ 2π × 7 × 10⁻³ ഡിവൈഡഡ് ബൈ 4.4 എന്നാണ്. പേടിച്ചില്ലാരും. അപ്പോൾ 2 എഴുതി. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. ഇൻറ്റു 7 × 10⁻³ ഡിവൈഡഡ് ബൈ 4.4 എന്നാണ്. ഓക്കെ, മേലും താഴെ ഞാൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എത്രയായി? ഈ 7 ക്യാൻസലായി. ഇനി മേലും താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ എത്ര വരും? 10⁻² ആയി. 44 എന്നായി. ഇതും വെട്ടിപ്പോയി. 10⁻² എന്ന് പറഞ്ഞാൽ എത്ര? 1/10² എന്ന് പറഞ്ഞാൽ 1/100 0.01 ഇതായിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ്. അടിപൊളിയല്ലേടാ മക്കളെ?
അപ്പം നല്ല ക്വസ്റ്റ്യൻ, ഇതിനകത്ത് നിങ്ങൾ പേടിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സൂക്ഷിച്ച് ചെയ്യണം. ദ പീരിയോഡിക് ടൈം ഓഫ് എ ഹാർഡ് സ്പ്രിങ് ഈസ് ലെസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോഫ്റ്റ് സ്പ്രിങ്. അപ്പോൾ ഹാർഡ് സ്പ്രിങ് ആണെങ്കിൽ ഓർത്ത് വയ്ക്കണം, ഹാർഡ് സ്പ്രിങ് ആണെങ്കിൽ കെ മോർ ആയിരിക്കും. ഓക്കെ, സോഫ്റ്റ് സ്പ്രിങ് ആണെങ്കിൽ കെ ലെസ്സാണ്. ഓക്കെ, അത് നമ്മൾ ആലോചിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു സ്പ്രിങ്ങിൻ്റെ കേസിൽ 2π√m/k എന്നാണ്. ഓക്കെ, അപ്പോൾ ഹാർഡ് സ്പ്രിങ്ങിൽ കെ കൂടുതലല്ലേ, ഇപ്പം ടി ലെസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ടി ലെസ്, ഇവിടെ ടി മോർ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് അസർഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. പീരിയോഡിക് ടൈം ഈസ് ലെസ്, ശരിയാണ്. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഇനി പീരിയോഡിക് ടൈം ഡിപ്പെൻഡ്സ് ഓൺ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ശരിയാണ്. ഓക്കെ, വിച്ച് ഈസ് ലാർജ് ഫോർ ഹാർഡ് സ്പ്രിംഗ്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ലാർജ് സ്പ്രിങ്ങിന് ലാർജാണ്, അപ്പോൾ അതും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അസർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഇനി കുറച്ചുകൂടെ പറയേണ്ടതായിരുന്നു, ഈ മാസിൻ്റെ കാര്യങ്ങൾ കൂടെ പറഞ്ഞാലേ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് അസർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഇത് ബി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.